ചങ്ങാതിമാരെ നമസ്കാരമുണ്ട്. കഴിഞ്ഞ ചില വീഡിയോകളിൽ ഞാൻ പരിചയപ്പെടുത്തിയ ഒരു കുഞ്ഞൻ ക്യാമറയുടെ ആദ്യത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാനിതൊരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഈ ക്യാമറ എങ്ങനെയെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുവൈറ്റ് മാലിയ പള്ളിയിലൊന്ന് പോയപ്പോൾ പള്ളിയിൽ നിന്ന് അവിടെ നിന്നൊരു വൈകുന്നേരം നേരത്തെടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ എത്രമാത്രം ക്ലിയർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് അഭിപ്രായം പറയാം. കാരണം ഒരു ചെറിയ ചിലവിൽ ഒരു ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇപ്പം ചെറിയ യൂട്യൂബേഴ്സൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമറയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ക്യാമറകൾ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറകൾ നിങ്ങൾക്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വീഡിയോ ഒക്കെ നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. Dusty Media YouTube channel subscriber now. ചങ്ങാതിമാരെ കുറേ ദിവസത്തിന് ശേഷം കുവൈറ്റ് സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഇന്നേരം ഞായറാഴ്ചയൊക്കെയാണ്. അപ്പം നമ്മളിത് അവിടെ പള്ളിയിൽ പോയി ആരാധനയൊക്കെ കൂടി ഇവിടെ ഇറങ്ങി. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബീച്ചൊക്കെ വരുന്നത്, മാലിയ ബീച്ച് വരുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 7 മണിയോട് അടുക്കുന്നു. പക്ഷേ ഇവിടെ നേരം ഇരുട്ടി തുടങ്ങുന്നുള്ളൂ. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇപ്പം ഇരുട്ടിന് ഒരുപാട് 9:30, 10:30 ആയിട്ടില്ല. ഇവിടെ 7:30 പറയുമ്പോൾ അവിടെ 9:30 ആയി. നാട്ടിൽ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നാട്ടിൽ. ഇവിടെ കണ്ട നല്ല പകൽ പോലെ ഇപ്പോഴും കണ്ട 7 മണിയായിട്ട് നല്ല പകൽ പോലെ കിടക്കുന്നത്. അപ്പോൾ എന്താ അവിടെ ബീച്ചാണ്. ബീച്ച് നമുക്ക് കാണാം. ആകുമ്പോഴേക്കും ഇവിടെ നല്ല കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. കടലൊക്കെ നല്ല ശാന്തമായിട്ടാണ് കിടക്കണതെന്ന് തോന്നുന്നുണ്ടാവും. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ശാന്തസുന്ദരമായ കടലാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് കാണുന്നത്. അവിടെ പോയി നോക്കാം. ഇവിടെ നിന്ന് ഇതാണ്ടാവും കുവൈറ്റ് സിറ്റിയൊക്കെ കാണാം നമുക്ക്. അത് പള്ളി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുവൈറ്റ് സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് അവിടെ ക്രോസ് ചെയ്യണം. ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ഇപ്പോൾ വന്ന് കഴിഞ്ഞാണ്ടോ ഇതാണ് മാലിയ ബീച്ചിലേക്ക് നമ്മൾ എത്തിയേണ്ട. ഇവിടെ അതാണ് പള്ളി. ഇവിടെ നിന്ന് അടുത്താണ്, മാലിയ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് പള്ളി. ഇവിടെ വരുന്നവർക്കൊക്കെ സുഖമായിട്ട് പോകാണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ചൂട് സമയമാണെങ്കിലും ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ആളുകൾ കൂടുതലും വരുന്നത് തന്നെ. പകൽ സമയങ്ങളിലൊക്കെ നല്ല ചൂടായിരിക്കും. പക്ഷേ ഇന്ന് ഇച്ചിരി നല്ല ചൂട് കുറവുണ്ട്. വേണ്ടോ നല്ല അതിസുന്ദരമായ കാഴ്ചകളല്ലേ കാണുന്നത്. അവിടെ മെയിൻ റോഡാണ്. ഇതവിടെ കടലിൽ നേരത്തെ ചൂണ്ടയൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ കാണാം. അപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടോ സൂപ്പറായിട്ടില്ലേ. ഇവിടെ കുവൈറ്റ് സിറ്റിയൊക്കെ ഇവിടെ നിന്ന് കാണാൻ എത്ര സൂപ്പറായി. ഇപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞ് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ മണൽ കണ്ട നല്ല സൂപ്പർ മണൽ കണ്ടതേ. സൂപ്പറല്ലേ. കുറച്ച് ദിവസമായി ഇതിലൊക്കെ വന്നിട്ട്. പോയ തണുപ്പ് സീസണിലൊക്കെയാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ ചൂട് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ടൊന്നും ഇറക്കില്ല. അപ്പോൾ ഇന്നിങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഇന്ന് നല്ലൊരു ദിവസം കേട്ടോ. നല്ല ചൂടൊക്കെ ഒരുപാട് കുറവുണ്ട്. ഇന്ന് വലിയ ചൂടല്ല. ഈ ബീച്ചിൻ്റെ സൈഡ് വന്നതുകൊണ്ടാണോ എന്നുള്ള അറിയില്ല. പക്ഷേ ഈ നേരത്ത് ഇപ്പോൾ ഇന്ന് നല്ല ചൂട് കുറവുണ്ട്. പകലിൽ ഞാൻ അവിടെ നിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഇവിടെ ബീച്ചിൻ്റെ ഒരു ഇതാണോ എന്നുള്ളത് അറിയില്ല. ഒരു ചെറിയൊരു കാറ്റൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓ അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തെത്തി. വലിയ തിരയൊന്നുമില്ല കേട്ടോ. ചെറിയ തിരയാണ്. അത് അവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ തിരയൊന്നുമില്ല, ചെറിയ തിരയാട്ടോ. നമുക്ക് കാണാം. കാലൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം, കലക്കോ വെള്ളമൊന്നല്ല. സൂപ്പറായില്ലേ. വലിയ തിരയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുഖമായിട്ട് എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ പറ്റും കേട്ടോ. അവിടെ രണ്ടുപേര് ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കണമൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല
പബ്ലിക്കായിരിക്കും ഇവിടെയൊക്കെ. ഓ വൈകുന്നേരത്തെ ആ ഒരു വ്യൂ എന്ന് പറയണത് നല്ലൊരു വൈബ് തന്നെ കേട്ടോ. സൂപ്പറായിട്ടില്ലേ? നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മളത് അങ്ങ് ദൂരെ കാണാൻ കേട്ടോ, ആ പാലമൊക്കെ പോകണ കാണാം. നമ്മൾ ജാഫർ അലി പാലമൊക്കെ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ആകാശത്തിൽ ചന്ദ്രനൊക്കെ അങ്ങനെ നിൽക്കുന്ന കണ്ടോ, പ്ലെയിൻ ആകാശത്തിൽ ഒറ്റയ്ക്ക് ചന്ദ്രൻ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കിളി പോകുന്നുണ്ടത്, കാണുന്നൊന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ആളുകൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടോ ഇപ്പോഴും. ഈ ചൂടുകാലത്തും വന്നിരുന്ന ആളുകൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇനി ടൗണിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഇപ്പം ഈ വേനൽക്കാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സത്യത്തിൽ ആൾക്കാരുണ്ട് കേട്ടോ, അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അധികം പബ്ലിക് ഇല്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ അതിൻ്റെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആളുകളൊന്നുമില്ല. എന്നാലും അത്യാവശ്യമുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സിറ്റിയിലേക്ക് പോകണം, മാലിയ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഈ ഒരു കാഴ്ച ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ടൗണിലേക്ക് പോകുമ്പോൾ ആ മാലിയ ടൗണിലെ ഒരു വൈകുന്നേരത്തെ ഒരു കാഴ്ച കൂടെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ഈ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് ആരെങ്കിലും കാണുവാണെങ്കിൽ നോക്കണം കേട്ടോ. ഞാനിതിപ്പോൾ മൊബൈൽ ക്യാമറയിലല്ല എടുക്കുന്നത് ഈ ഒരു വീഡിയോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമറ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാമറയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് എത്രമാത്രം ക്ലിയർ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് എടുത്ത് മൊബൈലിലേക്ക് ആക്കി നോക്കിയാൽ അതിൻ്റെ ക്ലാരിറ്റി എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക, റിവ്യൂ ചെയ്ത വീഡിയോ ഒന്ന് കാണുക. ഈ കാണുന്ന മേൽപ്പാലം കുവൈറ്റിലെ ഒരുപാട് പ്രവാസികൾക്ക് സ്വപ്ന തുല്യമായ ഒരു പാലം തന്നെയാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു മേൽപ്പാലം എന്നത്. കാരണം ഈ മേൽപ്പാലം വരുന്നതിന് മുമ്പ് ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിച്ച് ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഒരു ഏരിയ കൂടിയാണ് മാലിയ ടൗൺ എന്നത്. അതിന് പരിഹാരമായിട്ട് കുവൈറ്റ് ഗവൺമെൻറ് കെട്ടിപ്പടുത്തിയ ഒരു മനോഹരമായ ഓവർ ബ്രിഡ്ജാണ് ഈ നമ്മൾ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ ഈ പാലം പണിതിരിക്കുന്നതെന്ന്. ഇരുമ്പ് കൊണ്ട് മാത്രം പണിതീർത്ത ഈ ഒരു പാലത്തിൽ നിന്നും ഒരുപാട് യൂട്യൂബേഴ്സ്, ടിക്ടോക്സ് ആളുകളെല്ലാം ഇവിടെ വന്ന് ഒരുപാട് റീൽസ് മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായി നമുക്ക് കാണാം. ടിക്ടോക്കിലും മറ്റും വീഡിയോസുമായിട്ടും നമുക്ക് കാണാൻ കഴിയും. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു പാലം അവർ പണിതിരിക്കുന്നത് തന്നെ. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു പാലം തന്നെയാണിത്. രണ്ട് മെയിൻ റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലമാണ് നമുക്കിന്ന് മാലിയ ബീച്ചിൽ പോയാൽ ആകർഷകമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെയാണ് കുവൈറ്റിലെ ഒട്ടുമിക്ക ബസ്സുകളും വന്ന് പോകുന്നതും ഈ ഒരു മാലിയ ടൗണിൽ തന്നെയാണ്. കുവൈറ്റിലെ 85% പ്രവാസികളും വന്നു പോകുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു മാലിയ ടൗൺ എന്ന് പറയുന്നത്. നാട്ടിലേക്ക് പോകുന്നവർ നാട്ടിൽ സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും ഈ ഒരു ടൗണിൽ നിന്ന് തന്നെയാണ് എന്നൊരു മറ്റൊരു പ്രത്യേകതയാണ്.
ചങ്ങാതിമാരെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. Thank you for watching. Our subscribers to be continues Dusty Media.